ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കേരളം എന്ന സംസ്ഥാനത്തിന് മുമ്പ് തന്നെ മലയാളത്തിന് വേണ്ടി ശക്തിയാർജിച്ച സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. മലനാടിൻ്റെ ഇന്നലകൾ മലയാള സാഹിത്യത്തിൻ്റെ പടവുകളായി മാറി. മലയാള ഭാഷയുടെ പടവുകളിലേക്ക്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് 4 വാദങ്ങൾ നിലനിൽക്കുന്നു. സംസ്കൃതജന്യം, ഭാഷാമിശ്രവാദം, തമിഴിൻ്റെ ഉപഭാഷ, മൂലദ്രാവിഡ ഗോത്രത്തിലെ സ്വതന്ത്ര ശാഖ എന്നിങ്ങനെയാണവ. കേരള കൗമുദി എന്ന മലയാള വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ശ്രീ കോന്നി നെടുങ്ങാടിയുടെ അഭിപ്രായത്തിൽ സംസ്കൃതജന്യമാണ് മലയാള ഭാഷ എന്ന വാദമാണ് ആദ്യത്തേത്. സംസ്കൃതമാകുന്ന ഹിമവാങ്കിൽ നിന്ന് പുറപ്പെട്ട് ദ്രാവിഡവാണിയാകുന്ന കാളിന്തിയോടും മറ്റൊരു ദ്രാവിഡമാകുന്ന സരസ്വതി നദിയോടും ചേർന്നിരിക്കുന്ന മലയാള ഭാഷയാകുന്ന ഗംഗ എൻ്റെ ഹൃദയമാകുന്ന സമുദ്രത്തിൽ നിരന്തരം പ്രവഹിച്ച് വിളയാടണം എന്നർത്ഥം. പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ കേരള വികാസ പരിണാമങ്ങൾ എന്ന കൃതിയിൽ സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളുടെ മിശ്രമാണ് മലയാള ഭാഷ എന്ന അഭിപ്രായമാണ് രണ്ടാമത്തെ വാദം. മൂന്നാമതായി, മലയാളത്തിന് തമിഴുമായുള്ള ബന്ധത്തെ ആധാരമാക്കി ദ്രാവിഡ ഗോത്രത്തിലെ സ്വതന്ത്ര അംഗമായ തമിഴിൻ്റെ ഒരു ഉപഭാഷയായി മലയാളത്തെ കണക്കാക്കണമെന്ന് ഡോക്ടർ കാൾഡ്വെൽ അദ്ദേഹത്തിൻ്റെ ദ്രാവിഡ ഭാഷകളുടെ താരതമ്യാത്മക വ്യാകരണം എന്ന കൃതിയിൽ സിദ്ധാന്തിക്കുന്നു. മൂലദ്രാവിഡ കുടുംബത്തിലെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്നതാണ് അവസാന വാദം. ശ്രീ ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ മലയാള ഭാഷയും സാഹിത്യവും എന്ന കൃതിയിൽ ഇത് പ്രതിപാദിക്കുന്നു. പാട്ടുഭാഷാ സാഹിത്യം. ക്രിസ്തുവർഷം 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ലീലാതിലകത്തിൽ മണിപ്രവാളം, പാട്ടുപ്രസ്ഥാനം എന്നീ 2 സാഹിത്യരചനാ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നതായി കാണാം. പാട്ടിൻ്റെ ലക്ഷണം: ദ്രമിഡ സംഘാതാക്ഷരം നിബന്ധം, യതുക മോന വൃത്തവിശേഷം യുക്തം പാട്ട്. തമിഴ് അക്ഷരങ്ങൾ കൊണ്ട് രചിച്ച പാട്ടിൽ യതുക, മോന എന്നീ പ്രാസങ്ങൾ ഉണ്ടായിരിക്കണം. യതുക ദ്വിതീയാക്ഷരപ്രാസവും മോന ഓരോ പദത്തിലെയും പൂർവോത്തര ഭാഗങ്ങൾ യോജിച്ചു വരുന്നതുമാണ്. സംസ്കൃത വൃത്തം ഉപയോഗിക്കാതെ ദ്രാവിഡ വൃത്തത്തിൽ കാവ്യം രചിക്കണമെന്നതാണ് വൃത്തവിശേഷം എന്ന പ്രയോഗത്തിൻ്റെ ആശയം. മണിപ്രവാളം. ഭാഷാ സംസ്കൃത യോഗ മണിപ്രവാളം. മണി മലയാളത്തെയും പ്രവാളം സംസ്കൃതത്തെയും കുറിക്കുന്നു. മണിയാകുന്ന മലയാള പദങ്ങളുടെയും പവിഴമാകുന്ന സംസ്കൃത പദങ്ങളുടെയും ഹൃദ്യമായ യോജിപ്പിൽ നിന്നുണ്ടാകുന്ന മനോജ്ഞ ഭാഷയാണ് മലയാളം. നാടൻ പാട്ടുകൾ. ഫോക്ക് ലോർ എന്നീ 2 ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് രൂപം കൊണ്ട ഫോക്ക് ലോറിൻ്റെ പൂർണ്ണ അർത്ഥം ഉൾക്കൊള്ളുന്ന മലയാള പദം നിലവിലില്ല. നാടോടി വിജ്ഞാനം, ജനജീവിത പഠനം, നാട്ടറിവ് തുടങ്ങിയ ഒട്ടേറെ സമാന പദങ്ങൾ ഉപയോഗത്തിലുണ്ട്. കവിത. സമ്പന്നമായ പാരമ്പര്യമാണ് മലയാള സാഹിത്യത്തിൽ കവിതാശാഖയ്ക്കുള്ളത്. മലയാളത്തിൻ്റെ ശാലീനതയും പ്രസന്നതയും കൂടിച്ചേർന്ന് തനി മലയാളത്തിൻ്റെ നവപ്രഭാതം സൃഷ്ടിച്ച മനോജ്ഞ കാവ്യമാണ് കൃഷ്ണഗാഥ അഥവാ കൃഷ്ണപ്പാട്ട്. ഒരു കാവ്യപ്രസ്ഥാനമാണ് ഗാഥ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ എഴുത്തച്ഛൻ്റെ കൃതികൾ തത്വചിന്ത, ജീവിതവീക്ഷണം, ഭക്തി തുടങ്ങിയവയാൽ സമ്പന്നമാണ്. ഭക്തി സാമൂഹ്യമാറ്റത്തിനുള്ള ഉപാധിയാക്കിയ കവിയാണ് ഇദ്ദേഹം. എഴുത്തച്ഛൻ്റെ ഭക്തി സംസ്കാരത്തിൻ്റെ പാത പിന്തുടർന്ന മറ്റൊരു പ്രശസ്ത കവിയാണ് പൂന്താനം നമ്പൂതിരി. കേരളത്തിൻ്റെ തനതു കലാരൂപമായ കഥകളിക്ക് വേണ്ടി രൂപം കൊണ്ട സാഹിത്യ പ്രസ്ഥാനമാണ് ആട്ടക്കഥാ സാഹിത്യം. പാട്ടുഭാഷാ സാഹിത്യത്തിൻ്റെയും മണിപ്രവാള സാഹിത്യത്തിൻ്റെയും കലർപ്പാണ് ആട്ടക്കഥാ സാഹിത്യം. ജയദേവൻ്റെ ഗീതാഗോവിന്ദത്തോടും കഥകളി സാഹിത്യത്തിന് കടപ്പാടുണ്ട്. കേരളത്തിൻ്റെ ജനകീയ കവിയും പ്രാചീന കവിത്രയത്തിലെ ഒരു അംഗവുമായ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ വിജ്ഞാതാവ്. മനുഷ്യൻ സൗന്ദര്യ ആരാധകനും വികാരജീവിയുമായതിനാൽ സാഹിത്യ ചരിത്രം നാമ്പെടുത്തത് കവിതയിലൂടെ എന്നത് തീർത്തും സ്വാഭാവികം. എന്നാൽ സാമൂഹ്യജീവി കൂടിയായ മനുഷ്യന് ആശയവിനിമയത്തിനായി ഭാഷാ പരിണാമം ഉണ്ടാകുകയും ഗദ്യം ആവർത്തിക്കുകയും ചെയ്തു. ഗദ്യത്തിൻ്റെ 2 രൂപങ്ങളാണ് വാമൊഴിയും വരമൊഴിയും. മലയാള ഗദ്യത്തിൻ്റെ പ്രാചീന രൂപം വെളിപ്പെടുത്തുന്ന രേഖകളാണ് ശിലാശാസനങ്ങൾ, ചെമ്പുപട്ടയങ്ങൾ, ഓലക്കരണങ്ങൾ എന്നിവ. രാജശേഖര ചക്രവർത്തിയുടെ വാഴപ്പിള്ളി ശാസനമാണ് ഏറ്റവും പ്രാചീനമായി കരുതപ്പെടുന്നത്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൻ്റെ മലയാള പരിഭാഷയായ ഭാഷാ കൗടില്യമാണ് ആദ്യ ഗദ്യകൃതി. മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച കൃതിയാണ് സംക്ഷേപ വേദാർത്ഥം. നവോത്ഥാന കവികൾ. മലയാള സാഹിത്യത്തിൽ പ്രത്യേകിച്ച് കവിതയിൽ സർഗാത്മകമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മഹാകവികളാണ് കുമാരനാശാനും ഉള്ളൂർ എസ് പരമേശ്വരയ്യരും വള്ളത്തോൾ നാരായണ മേനോനും. നോവൽ. അപ്പു നെടുങ്ങാടിയുടെ കുന്തലത്തിലൂടെയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ തുടക്കം കുറിക്കുന്നത്. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ്. ചെറുകഥ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാ വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. നാടകം. ജനങ്ങളെ ആകർഷിക്കുന്ന ദൃശ്യകലാരൂപമായ നാടകത്തിൻ്റെ ആരംഭം. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം വിവർത്തനം ചെയ്തതിലൂടെയാണ് മലയാളത്തിൽ നാടക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഉപന്യാസം. ഏതെങ്കിലും ഒരു വിഷയത്തെ ആധാരമാക്കി സാമാന്യം വിശദമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ഗദ്യപ്രബന്ധമാണ് ഉപന്യാസം. ഗദ്യമാലികയാണ് മലയാളത്തിലെ ആദ്യ ഉപന്യാസ കൃതി. യാത്രാവിവരണം. പാറേമാക്കൽ തോമാ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം. ആത്മകഥ. ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ. വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ആത്മകഥയാണ് മലയാളത്തിലെ ആദ്യ ആത്മകഥയായി കരുതുന്നത്. എന്നാൽ ലക്ഷണമൊത്ത ആദ്യ ആത്മകഥയായി കരുതപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ എൻ്റെ നാടുകടത്തൽ എന്നതാണ്.
ജീവചരിത്രം. ഒരാൾ മറ്റൊരാളുടെ ജീവിതകഥ സാഹിത്യസുന്ദരമായി രചിക്കുന്നതാണ് ജീവചരിത്രം. മാർസിനോസ് പുരോഹിതൻ വിവർത്തനം ചെയ്ത വിശുദ്ധ ത്രേസ്യായുടെ ചരിത്ര സംക്ഷേപമാണ് ആദ്യ മലയാള ജീവചരിത്രകൃതി. ഹാസ്യസാഹിത്യം. ചിരിപ്പിക്കുന്ന സാഹിത്യമായ ഹാസ്യസാഹിത്യം മലയാളത്തിൽ ആദ്യം അറിയപ്പെടുന്നത് തോലകവിയിലൂടെയാണ്. ബാലസാഹിത്യം. കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരുടെ വികാരവിചാരങ്ങളുമായി അലിഞ്ഞു ചേരാൻ കഴിയുന്ന രചനകളാണ് ബാലസാഹിത്യം. ബെഞ്ചമിൻ ബൈലി എഴുതിയ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ ആണ് മലയാളത്തിലെ ആദ്യ ബാലസാഹിത്യ കൃതി.